ഇന്നലത്തെ പൂവ് വാടിയിട്ടില്ല ഏട്ടാ. ഏട്ടൻ വാരിക്കളയാണ്. ഇന്ന് വേറെ ഇടാം. സന്തത്തിന് വാരി 2 കൈ കൊണ്ട് വാരി. 2 കൈ കൊണ്ട് വാരി. ഞാൻ അടുത്ത പ്രാവശ്യം നല്ലോണം മുളക്കി ഓടിയിട്ടാ. നല്ല വെള്ളം തളിക്കട്ടെ. അത് പിടിക്കുക. ഉണ്ണി പറഞ്ഞ പോലെ അല്ല വയ്ക്കാൻ പോണേ. ഇല്ല ഉണ്ണി. ചേർത്ത് വെക്കുക. പൂക്കൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടാ. ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മൾ കാളന വയ്ക്കാൻ പോണ്. ഓണവിഭവം 4ാമത്തെ കാള എങ്ങനെ വയ്ക്കുക നോക്കുക നമ്മൾ കേട്ടാ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കേട്ടോ. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ കായും ചേനയും ഒന്ന് നുറുക്കിയെടുക്കട്ടെ. എന്ത് വേണം ചേന? എനിക്ക് 2 പരീക്ഷ കേട്ടോ. നമുക്ക് കാളം വയ്ക്കാം. ഇതിൽ ഒരു പച്ചക്കായ കേട്ടോ, ഒരു കഷ്ണം ചേനയും, മഞ്ഞപ്പൊടി വെള്ളത്തിൽ കഴുകിയതാണ്. അതാ മഞ്ഞ കളർ ഇട്ടാ. കാക്ക ഇഷ്ടം പോലെയാണ്. എനിക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടാ. വെള്ളം ഒഴിച്ചു കൊടുക്കാം. അടച്ച് വെക്കാട്ടോ. വേഗട്ടെ. വെന്തിട്ട് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് തേങ്ങ നരച്ചിട്ട് വരാം കേട്ടോ. ഒരു ചെറിയ മുറി തേങ്ങ, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 3 കൂടി നന്നായി അരച്ചിട്ട് വരാം. കഷ്ണം എന്താ നോക്കട്ടെ. നോക്ക്. വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടാ. കഷ്ണം വന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് കൊടുത്തിട്ടില്ല നേരത്തെ. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. എനിക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിലേക്ക് പുളിയുള്ള തൈര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ നന്നായി മിക്സിയിൽ അടിച്ചതാണ് കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇവിടെ തൈര് ഒഴിച്ചിട്ട് വറ്റിയിട്ടാണ്. തീ കുറച്ച് വെച്ചിട്ട് നന്നായി ഇളക്കിയിട്ട് കുറുക്കിയെടുക്കണം കേട്ടോ. ഒരിക്കലും പിരിയില്ല. തീ കുറക്കണം. ഇനി നമ്മുടെ അരപ്പിട്ട് കൊടുക്കട്ടെ. കട്ടിക്കളണം കേട്ടോ. ലൂസാക്കി എടുക്കാം. നന്നായി കുറുകി ഞാൻ തിളക്കട്ടെ. അരപ്പിട്ടിട്ട് തിളച്ചൂട്ടാ. കുറുകും. ഇനി ഒന്നും കൂടി കുറുകും. ഓഫാക്കുക. ഇനി താളിച്ചൊഴിക്കട്ടെ.
ചീഞ്ചട്ടി ചൂടാവട്ടെ. ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എണ്ണ നന്നായി ചൂടാവട്ടെ. കടുകിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. രണ്ട് വറ്റൽ മുളക്, കറിവേപ്പില വേണ്ടോളം. കറിവേപ്പില കുറച്ച് അധികം ഇടണം. ഇത് ഒഴിച്ച് കൊടുക്കട്ടെ. നിങ്ങൾ ഇതേപോലെയാണെന്ന് വെക്കുന്ന കമൻറ്റ് ചെയ്യണം കേട്ടോ. കുറുക്ക് കളയും. ഉണ്ണിക്ക് ഇന്നലെ രാത്രി പോയിട്ട് ചെരുപ്പ് വാങ്ങിയതാണ് കേട്ടോ. ഉണ്ണിൻ്റെ ചെരുപ്പ് പൊട്ടി. കണ്ടോ എങ്ങനെയുണ്ട് പറയണം കേട്ടോ. രണ്ട് കാണിക്കപ്പോൾ കണ്ടോ ഉണ്ണിൻ്റെ ചെരുപ്പ് എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ. ഇതാണ് അത്ര ഇഷ്ടപ്പെട്ടത്. കുറേ ചെരുപ്പ് വലിച്ചിട്ടു എന്നിട്ട് ഇതാണ് ഇഷ്ടപ്പെട്ടത്. ഇതും കൂടി എടുത്തില്ലായിരുന്നെങ്കിൽ അവരെന്നെ കഴിയണേ. അത്ര അധികം ചെരുപ്പ് എടുത്തിട്ട് ഒന്നും സെറ്റാവണല്ലോ ഉണ്ണിക്ക്. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പ്. എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഗ്യാസ് നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഗ്യാസ് വരണു പറഞ്ഞിട്ട് വന്നിട്ടില്ല. എനിക്ക് 5 ദിവസമായി. ഇപ്പോൾ വരാൻ പറഞ്ഞിട്ട് ഇത്ര നേരവും വന്നിട്ടില്ല. നേരെ 4:30-5 മണിയാകാനായി കേട്ടോ. ഉണ്ണിക്ക് ജലദോഷവും പനിയും മാറിയിട്ടില്ല കേട്ടോ. ഈ പനിയും വെച്ചിട്ടാണ് സ്കൂളിൽ പോയത്. കുറവുണ്ട്. അങ്ങനെ തുമ്മൽ, ജലദോഷം, മൂക്കടയ്ക്കുക. ഇവിടെ കുറേ പേര് പറഞ്ഞു നിങ്ങളുടെ സ്ഥലം എന്താ ഇങ്ങനെ പൂടുമ്പോൾ വൃത്തിയാക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കേണ്ടേ. ഒന്നാമത് ഇത് നമ്മുടെ വാടക വീടാണ്. രണ്ടാമത് ഇവിടെ കല്ലാണ് കേട്ടോ. ഇപ്പോൾ ഒന്ന് വെള്ളം കയറിയിട്ട് ഒന്ന് സെറ്റായുള്ളൂ. ഇനി ഇവിടെ എങ്ങനെ ഞങ്ങൾ വൃത്തിയാക്കുക? ഞങ്ങൾ പരമാവധി ഞങ്ങൾ വൃത്തിയാക്കിയിട്ടുണ്ട്. വേണ്ട ആൾക്കാർക്ക് പറഞ്ഞാൽ മതി. നമ്മുടെ സ്വന്തം വീടൊന്നുമല്ല കേട്ടോ. നമ്മുടെ അഭിപ്രായത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ പറയാൻ. നമ്മൾ വാടകയ്ക്ക് ഇരിക്കുകയാണ്. ഈ കല്ലൊക്കെ മാറ്റിക്കൂടെ, ഇവിടെ മുറ്റം വൃത്തിയാക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കണേ. നമുക്ക് മണ്ണേ ഇല്ല, ഇവിടെ കല്ലാണ്. കല്ലിട്ടിരിക്കുകയാണ്. വെള്ളം കയറുന്ന കൊണ്ട് ഒരു ലോഡ് കല്ല് കൊണ്ടിട്ടിരിക്കുകയാണ് കേട്ടോ. പറഞ്ഞാൽ അറിയില്ല. പിന്നെ പുറമേ കണ്ടിട്ട് നമ്മൾ വിലയിരുത്താൻ പറ്റില്ലല്ലോ. നമ്മളാൽ പറ്റുന്നതൊക്കെ കേട്ടോ അങ്ങനെയൊക്കെ വൃത്തിയാക്കാൻ പറ്റുള്ളൂ. പനിയും വെച്ചിട്ട് ഏട്ടൻ പുല്ല് ഓരോന്ന് വലിച്ച് ഉണ്ടാക്കിയതാണ്. ഇനിയും കുറച്ചും കൂടി ഉണ്ട്. ചോറ് കൊടുക്കട്ടെ ഏട്ടാ. നല്ല ചൂട് ചോറ്, മാങ്ങ അച്ചാർ, കട്ടിക്കാളൻ കേട്ടോ. അതും ചൂടാണ്. ഒക്കെ ചൂടാണ്. പൊട്ടിച്ച് വറുത്ത പപ്പടം. ഇതാണ് എന്നാ തോന്നിട്ടാ. ഞങ്ങളിത് കഴിക്കട്ടെ. നല്ല ടേസ്റ്റിൻ്റെ. ഏട്ടൻ ചോറിന് കേട്ടാ. ഞാനെൻ്റെ കളയാൻ ഞങ്ങൾ ഓണവിഭവങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞു. ഇനി എല്ലാം കൂടിയിട്ട് തിരുവോണത്തിന് വെക്കും. അപ്പോൾ ആസ്വദിച്ച് കഴിക്കുക. ഓരോന്നായിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റ.